വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസ് ഓഡിയോ ബുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇന്ദുലേഖ എന്ന നോവലിൻ്റെ ഭാഗം 20, അധ്യായം 19. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഗോവിന്ദപ്പണിക്കരും ഗോവിന്ദൻകുട്ടി മേനോനും മാധവനും കൂടി ചില സങ്കീർണ വിഷയങ്ങളെക്കുറിച്ച് സംവാദം നടത്തുന്നതാണ്. അവരുടെ നീണ്ട ചർച്ചകൾക്ക് ശേഷം അവസാനം ഗോവിന്ദപ്പണിക്കർ പറയുന്നു, നേരം കുറേ അധികമായി എന്ന് തോന്നുന്നു. നോക്കൂ, ഇനി കിടക്കാൻ പോവുക. അങ്ങനെ തന്നെ എന്ന് മാധവനും ഗോവിന്ദൻകുട്ടി മേനോനും പറഞ്ഞു. ഇവർ 3 പേരും തങ്ങൾക്ക് തയ്യാറാക്കിയ മുറികളിലേക്ക് പോയി ഉറങ്ങി. പിറ്റേ ദിവസത്തെ വണ്ടിക്ക് ബോംബായിൽ നിന്ന് മലയാളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. 19-ാം അധ്യായം. മാധവൻ്റെ സഞ്ചാരകാലത്ത് വീട്ടിൽ നടന്ന വാസ്തവങ്ങൾ. മാധവൻ മദിരാശി വിട്ടു പോയ മുതൽ ഇന്ദുലേഖയ്ക്കുണ്ടായ വ്യസനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അല്പം ഇവിടെ പറയാതെ നിവൃത്തിയില്ല. മാധവൻ നാടുവിട്ടു പോയി കളഞ്ഞോ എന്ന് കേട്ടതിൽ മാധവൻ്റെ അമ്മ മുതലായവർക്കുണ്ടായ ഒരു വ്യസനം പോലെയല്ല ഇന്ദുലേഖയ്ക്കുണ്ടായ വ്യസനം. ഇന്ദുലേഖ മുഖ്യമായി വ്യസനിച്ചത് 2 സംഗതിയിലാണ്. ഒന്നാമത്, മാധവൻ തന്നെക്കുറിച്ച് ഒരു ഭോഷ്ക് കേട്ടത് ഇത്ര ക്ഷണേന വിശ്വസിച്ചുവല്ലോ. തൻ്റെ ബുദ്ധിയുടെ സ്വഭാവം മാധവന് ഇത്ര അറിവില്ലാതെ പോയല്ലോ എന്ന്. രണ്ടാമത്, മാധവന് ബുദ്ധിക്ക് കുറേ പ്രസരിപ്പ് അധികമാകയാലും തന്നോട് സ്വന്തം പ്രാണനേക്കാൾ അധികം പ്രീതിയാണെന്ന് താൻ അറിയുന്നതുകൊണ്ടും തൻ്റെ വിയോഗം നിമിത്തമുള്ള കഠിനമായ വ്യസനത്തിൽ സ്വന്തം ജീവനെ തന്നെ മാധവൻ നശിപ്പിച്ചു കളഞ്ഞുവെങ്കിലോ എന്ന ഒരു ഭയം. ഇങ്ങനെ 2 സംഗതികളെ ഓർത്തിട്ടാണ് ഇന്ദുലേഖ വ്യസനിച്ചത്. രാജ്യസഞ്ചാരത്തിന് പോയതുകൊണ്ട് ഒരു വൈഷമ്യവുമില്ല. പഠിപ്പ് കഴിഞ്ഞ ശേഷം ഒരു രാജ്യസഞ്ചാരം കഴിക്കേണ്ടത് ആവശ്യമാണ്. അതിലൊന്നും ഭയപ്പെടാനില്ലെന്നായിരുന്നു ഇന്ദുലേഖയുടെ വിചാരം. മേൽപ്പറഞ്ഞ സംഗതികളിൽ തനിക്ക് കഠിനമായ വ്യസനമുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെയും മനസ്സിലടക്കി ഗോവിന്ദപ്പണിക്കരും മറ്റും തിരയാൻ പോയതിൻ്റെ 3-ാം ദിവസം എന്ന് തോന്നുന്നു ഇന്ദുലേഖ റെയിൽവേ സ്റ്റേഷനിൽ വല്ല കമ്പിവർത്തമാനവും എത്തിയാൽ കൊണ്ടുവരാൻ ഏൽപ്പിച്ച് സ്റ്റേഷൻ്റെ സമീപം പോയി താമസിച്ച് ദിവസം സ്റ്റേഷനിൽ പോയി വർത്തമാനം അന്വേഷിക്കാൻ ഒരാളെ നിയമിച്ചു. ഇന്ദുലേഖ പിന്നെ ദിവസം കഴിച്ചു പോയത് എങ്ങനെയെന്ന് പറയാൻ കൂടി പ്രയാസം. പാർവതിയമ്മയുടെ വ്യസനശാന്തിക്ക് എല്ലാ സമയവും ആ അമ്മയുടെ കൂടെ തന്നെയിരുന്നു. മാധവൻ പോയി എന്ന് കേട്ടതു മുതൽ പാർവതിയമ്മയെ എന്തോ തൻ്റെ അമ്മയേക്കാൾ സ്നേഹമായി ഇന്ദുലേഖ ഒരു നേരമെങ്കിലും പിരിഞ്ഞിരിക്കാറില്ല. കുളിയും ഭക്ഷണവും കിടപ്പും ഉറക്കവും എല്ലാം ഒരുമിച്ച് തന്നെ. എന്നാൽ പാർവതിയമ്മയ്ക്ക് ഇന്ദുലേഖയും മാധവനുമായുള്ള സ്ഥിതി മുഴുവൻ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. തമ്മിൽ വളരെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ തീർച്ചയായി ഭാര്യാഭർത്താക്കന്മാരുടെ നിലയിൽ വരാൻ പോകുന്നു എന്നും ഇന്ദുലേഖയ്ക്ക് മാധവനല്ലാതെ വേറെ ആരും ഭർത്താവാൻ പാടില്ലെന്നും പാർവതിയമ്മയ്ക്ക് ലേശം പോലും തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാധവനെ തന്നെ ഓർത്തും കൊണ്ട് ഒരു രാത്രിയിൽ ഇന്ദുലേഖയുടെ മാളികയിൽ ഇന്ദുലേഖയുടെ സമീപം പാർവതിയമ്മ ഉറങ്ങാനായി കിടക്കുന്നു. രാത്രി ഏകദേശം 1 മണി കഴിഞ്ഞിരിക്കുന്നു. പാർവതിയമ്മ തൻ്റെ കോച്ചിന്മേൽ എണീറ്റിരുന്ന് ഇന്ദുലേഖ ഉറങ്ങുന്നുവോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് ഇന്ദുലേഖയും എഴുന്നേറ്റിരുന്നു. പാർവതിയമ്മ: മകളെ, ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ, നീ എന്നോട് നേര് പറയുമോ? ഇന്ദുലേഖ: എന്താണ് സംശയം? നീ മാധവന് വിരസമായി വല്ല എഴുത്തോ മറ്റോ എഴുതിയിരുന്നുവോ? ഇതുവരെ ഇല്ല. നിന്നെക്കുറിച്ചുള്ള വ്യസനം കൊണ്ടാണ് അവൻ പോയത്. ആയിരിക്കണം. എൻ്റെ മകൾ മാധവനെ ഭർത്താവാക്കി എടുക്കുമെന്ന് ഒരെഴുത്ത് ഇംഗ്രീസിൽ എഴുതി അയച്ചാൽ 2 ദിവസത്തിനകത്ത് എൻ്റെ മകൻ ഇവിടെ എത്തുമായിരുന്നു. അതിനിപ്പോൾ അമ്മാമൻ്റെ സമ്മതമില്ലല്ലോ. എന്തു ചെയ്യും? എൻ്റെ കുട്ടിയുടെ തലയെഴുത്ത് എന്ന് പറഞ്ഞ് പാവം കരഞ്ഞു തുടങ്ങി. ഇന്ദുലേഖ: ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യസനിക്കേണ്ട. അദ്ദേഹത്തെ അല്ലാതെ വേറെ ഈ ജന്മം ഒരാളെയും ഞാൻ ഭർത്താവാക്കി എടുക്കുകയില്ലെന്ന് അദ്ദേഹം നല്ലവണ്ണം അറിയും. എൻ്റെ മകളുടെ വിചാരം അങ്ങനെയാണെന്ന് മാധവൻ അറിഞ്ഞിട്ടുണ്ടോ? ശരിയായിട്ട്, വെടിപ്പായിട്ട്. എന്നാൽ എൻ്റെ മകൻ എങ്ങും പോവില്ല, മടങ്ങി വരും. മടങ്ങി വരാതിരിക്കാൻ കാരണമില്ല.
എന്നാൽ നമ്മളുടെ നിർഭാഗ്യത്താൽ എന്തെല്ലാം വരുന്നുവെന്ന് അറിവാൻ പാടില്ല എന്നും മറ്റും പറഞ്ഞ് രണ്ടുപേരും രാത്രി മുഴുവനും ഉറങ്ങാതെ കഴിച്ചു. എങ്കിലും പാർവതിയമ്മയ്ക്ക് അന്ന് ഒരു കാര്യം തീർച്ചയായി മനസ്സിലായി. ഇന്ദുലേഖ മാധവൻ്റെ ഭാര്യയായിട്ടിരിപ്പാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന്. ഇങ്ങനെ ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. മാധവൻ നാടുവിട്ടു പോയി കളഞ്ഞുപോൽ എന്ന് നാട്ടിലെല്ലാം പ്രസിദ്ധമായി. ശങ്കരശാസ്ത്രികൾ ഇന്ദുലേഖയെക്കൊണ്ട് നുണ പറഞ്ഞിട്ടാണ് എന്നാണ് വർത്തമാനമായത്. 1 മാസം കഴിഞ്ഞ ശേഷം ശങ്കരശാസ്ത്രികൾ ചെമ്പാഴിയോട്ട് വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന് ശകാരം കേട്ടിട്ട് പുറത്തിറങ്ങാൻ വയ്യാതെ ആയിത്തീർന്നു. അമ്പലത്തിൽ തന്നെ ലജ്ജിച്ച് വ്യസനിച്ചിരുന്നു. ശാസ്ത്രികൾ വന്നിട്ടുണ്ടെന്ന് ആരോ ഇന്ദുലേഖയോട് പറഞ്ഞു. ഉടനെ വിളിക്കാൻ ആളെ അയച്ചു. ആൾ ചെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്രികളുടെ ജീവൻ ഞെട്ടി. ഹാ, കഷ്ടം! ഞാൻ ഇത്ര യോഗ്യരായ 2 പേർക്ക് ഒരു അത്യാപത്ത് വരുത്താൻ കാരണമായല്ലോ എന്ന് ഓർത്ത് കരഞ്ഞുപോയി. പിന്നെ ഇന്ദുലേഖയ്ക്ക് തൻ്റെ മേൽ എത്ര കഠിനമായ ദേഷ്യമുണ്ടായിരിക്കും, എന്തൊക്കെ പറയും എന്നറിഞ്ഞില്ല എന്ന് വിചാരിച്ച് അതിയായിട്ടൊരു ഭയം. പിന്നെ ഈ വ്യസനത്തിൽ ഇന്ദുലേഖയെ കാണാതിരിക്കുന്നത് മഹാ അയോഗ്യമല്ലേ എന്ന ഒരു വിചാരം. എന്തെങ്കിലും ആവട്ടെ, ഞാൻ അസത്യമായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇന്ദുലേഖയ്ക്കും മാധവനും ഹിതമായിട്ടല്ലാതെ ഞാൻ ഒന്നും ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുകയുമില്ല. അതിന് സർവാന്തര്യാമിയായ ജഗദീശ്വരൻ സാക്ഷിയുണ്ടല്ലോ എന്നൊരു ധൈര്യം. ഇങ്ങനെ മനസ്സിനെ പല ചേഷ്ടകളോടുകൂടി ജീവച്ഛവമെന്ന പോലെ ശാസ്ത്രികൾ ഇന്ദുലേഖയുടെ മുമ്പിൽ പോയി നിന്നു. എന്നാൽ ഇന്ദുലേഖയ്ക്ക് ശാസ്ത്രികളോട് യാതൊരു സുഖക്കേടുമുണ്ടായിരുന്നില്ല. ഇന്ദുലേഖ അന്വേഷിച്ച് സകല വിവരങ്ങളും മനസ്സിലാക്കിയിരുന്നു. ഗോവിന്ദൻ വഴിയിൽ സത്രത്തിൻ്റെ ഉമ്രത്ത് വെച്ച് ശാസ്ത്രികളോട് പറഞ്ഞതുകൂടി അറിഞ്ഞിരിക്കുന്നു. ശാസ്ത്രികൾക്ക് തന്നോടുള്ള സ്നേഹം നിമിത്തം ഈ ദുസ്സഹമായ ഭോഷ്ക് കേട്ട് നേരാണെന്ന് ധരിച്ച് കഠിനമായി വ്യസനിച്ചതിനാൽ അന്ന് പുറപ്പെട്ടു പോവാൻ തന്നെ കാരണമായതെന്നുകൂടി ഇന്ദുലേഖയ്ക്ക് മനസ്സിലായിരിക്കുന്നു. എന്നാൽ ശാസ്ത്രികളെ അപ്പോൾ വിളിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം മാധവനെ ഒടുവിൽ കണ്ട് സംസാരിച്ചയാൾ അദ്ദേഹമായതുകൊണ്ട് ആ വർത്തമാനം ചോദിപ്പാൻ മാത്രമാണ്. ശാസ്ത്രികളെ മുമ്പിൽ കണ്ടയുടനെ ഒരു കസാല നീക്കിവെച്ച് ഇരിക്കാൻ പറഞ്ഞു. ശാസ്ത്രികൾ ആ നിന്ന ദിക്കിൽ നിന്ന് തന്നെ കലശലായി കരഞ്ഞും കൊണ്ട് പറയുന്നു: ഈ മഹാപാപിയായ എന്നെ എന്തിനു വിളിച്ചു കാണുന്നു? നിങ്ങൾ 2 പേരും എനിക്കെൻ്റെ പ്രാണന് സമമാണ്. ജഗദീശ്വര, അറിയാതെ അബദ്ധമായി ഞാൻ നിങ്ങൾക്ക് ഈ ആപത്തിന് കാരണമായല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദുലേഖ: ഇരിക്കൂ, ഞാൻ സകല വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു. എന്നോടും മാധവനോടും ശാസ്ത്രികൾക്കുള്ള സ്നേഹശക്തിയാൽ മാത്രം ഈ ആപത്തിന് കാരണമായതാണ്. പിന്നെ ശാസ്ത്രികൾക്ക് മാത്രമല്ല ഈ തെറ്റായ ധാരണയുണ്ടായത്. വേറെ പല ആളുകളും തെറ്റായി ധരിച്ചിട്ടുണ്ട്. ഇതിലൊന്നും എനിക്കത്ര ആശ്ചര്യമില്ല. എൻ്റെ ആശ്ചര്യവും വ്യസനവും അദ്ദേഹം കൂടി ഈ വർത്തമാനം ഇത്ര ക്ഷണം വിശ്വസിച്ചുവല്ലോ എന്നറിഞ്ഞതാണ് എന്ന് പറയുമ്പോഴേക്ക് ഇന്ദുലേഖയ്ക്ക് കണ്ണിൽ ജലം നിറഞ്ഞുപോയി. ശാസ്ത്രികൾ ഗൽഗതാക്ഷരമായി: കഷ്ടം, കഷ്ടം! ഇങ്ങനെ ശങ്കിക്കരുതേ. ഇതാണ് കഷ്ടം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് ഇന്ദുലേഖ കേട്ടിരുന്നാൽ ഇന്ദുലേഖ തന്നെ ഒരു സമയം വിശ്വസിച്ചു പോകും. അങ്ങനെ ഉറപ്പായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഇന്ദുലേഖയുടെ വലിയ സ്നേഹിതനാണെന്ന് മാധവന് നല്ല അറിവുണ്ടല്ലോ. അങ്ങനെയുള്ള ഞാൻ ഇന്ദുലേഖയെ കഠിനമായി ചീത്തവാക്കുകൾ പറഞ്ഞ് മാറത്തടിച്ച് കരയുന്നത് മാധവൻ കണ്ടു. നമ്പൂരിപ്പാടും ഇന്ദുലേഖയും ഞാനും പകുതി വഴിയോളം ഒന്നായി വന്നു എന്ന് പറയുകയും അതോടുകൂടി വേറെ അസംഖ്യം ആളുകൾ ഈ ദിക്കിൽ നിന്ന് വരുന്നവർ എല്ലാവരും അതിന് ശരിയായി അതേ പ്രകാരം തന്നെ പറയുകയും ചെയ്താൽ വിശ്വസിക്കുന്നത് ഒരു ആശ്ചര്യമോ? കഷ്ടം! മാധവനെ യാതൊരു ദൂഷ്യവും പറയരുതേ. ഇന്ദുലേഖയ്ക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിന് കുറേ സുഖമാണ് തോന്നിയത്. മാധവൻ തെറ്റായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്ന് കേൾക്കുന്നത് തനിക്ക് എല്ലായ്പ്പോഴും ബഹുസന്തോഷമാണ്. താൻ തെറ്റ് ചെയ്തു എന്ന് വന്നാലും വേണ്ടതില്ല. ഇന്ദുലേഖ: ശാസ്ത്രികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാധവൻ എന്തു ചെയ്തു? ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഇടവഴിയിൽ വെച്ചാണ്. അതിനു മുമ്പ് തന്നെ പലരും പറഞ്ഞിരിക്കുന്നു. കേട്ടത് ശരിയോ എന്ന് ചോദിച്ചതിന് അതെ അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്ക് മാധവന് ബോധക്ഷയം പോലെയായി. ഇത്രത്തോളം പറഞ്ഞപ്പോഴേക്ക്
ഇന്ദുലേഖയ്ക്ക് കേൾക്കാൻ വയ്യാതെയായി കട്ടിലിന്മേൽ പോയി കിടന്നു. കരഞ്ഞു തുടങ്ങി. ശാസ്ത്രികൾ: വ്യസനിക്കരുതേ, വ്യസനിക്കരുതേ. ഉടനെ എല്ലാം സന്തോഷമായി വരും. ഞാൻ ദിവസം ത്രികാല പൂജയായി ഭഗവതി സേവ കഴിക്കുന്നുണ്ട്. എല്ലാം ഈശ്വരി ശുഭമായി വരുത്തും എന്നും മറ്റും പറഞ്ഞ് ശാസ്ത്രികൾ ഒരു വിധത്തിൽ മാളികയിൽ നിന്ന് കണ്ണുനീർ വാർത്തം കൊണ്ട് ഇറങ്ങിപ്പോയി. ഇന്ദുലേഖ ദിവസം നേരം വെളിച്ചായാൽ പിന്നെ അസ്തമയം വരെ വല്ല ആളുകളും കത്തും കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് മാളികയിൽ നിന്ന് നോക്കിക്കൊണ്ട് പകൽ മുഴുവൻ കഴിക്കും. കുളി, ഊണ് മുതലായതൊക്കെ പുറത്ത് ആളുകൾക്ക് പരിഹസിപ്പാൻ ഇടകൊടുക്കാത്ത വിധം കഴിച്ചുകൂട്ടി എന്ന് വരുത്തും. ഇങ്ങനെ കഴിയുന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം പകൽ 4 മണി സമയത്ത് ഇന്ദുലേഖ മാളികയിൽ കോച്ചിന്മേൽ കിടന്നെടുത്ത് നിന്ന് താനെ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കില്ലാത്തതിനാൽ എന്തോ ഒരു ക്ഷീണം കൊണ്ട് ഈ സമയത്ത് ഉറങ്ങിപ്പോയതാണ്. നേരം ഏകദേശം 6:30 മണിയായപ്പോൾ വല്ലാതെ ഉറക്കത്ത് നിന്ന് ഞെട്ടി ഉണർന്ന്, അയ്യോ അയ്യോ, എൻ്റെ ഭർത്താവിനെ ഈ മുസൽമാൻ കുത്തിക്കൊന്നു കളഞ്ഞുവോ? കഷ്ടം, എൻ്റെ ഭർത്താവ് മരിച്ചു, ഇനി എനിക്ക് ഇരുന്നത് മതി എന്ന് കുറേ ഉച്ചത്തിലൊന്ന് നിലവിളിച്ചു. ഈ നിലവിളി പൂവരങ്ങിൽ ചുവട്ടിലെ നിലയിലുള്ളവർക്ക് കേൾക്കാം. ഉടനെ പഞ്ചുമേനവൻ, ലക്ഷ്മിക്കുട്ടിയമ്മ മുതലായവരും ദാസികൾ, ബാല്യക്കാരും തിക്കിത്തിരക്കി ബന്ധപ്പെട്ട് മാളികയിലേക്ക് ഓടിക്കയറി നോക്കിയപ്പോൾ ഇന്ദുലേഖ കോച്ചിന്മേൽ ബഹുക്ഷീണത്തോടെ കിടക്കുന്നു. ഉടനെ ലക്ഷ്മിക്കുട്ടിയമ്മ ചെന്ന് കൈകൊണ്ട് പിടിച്ചു. അപ്പോഴേക്ക് പഞ്ചുമേനവൻ ചെന്നെടുത്ത് മടിയിൽ വെച്ചു. ശരീരം തൊട്ടപ്പോൾ നല്ല തീക്കൊള്ളി കൈകൊണ്ട് പിടിച്ചതുപോലെ തോന്നി. എന്താണ് ഈശ്വര ഈ പെണ്ണിന് ഇങ്ങനെ പനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദുലേഖയോട് പഞ്ചുമേനവൻ: മകളെ, നീ എന്താണ് നിലവിളിച്ചത് എന്ന് ചോദിച്ചു. ഇന്ദുലേഖയ്ക്ക് ഒച്ച വലിച്ചിട്ട് വരുന്നില്ല. കുറേ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കുടിച്ച ശേഷം അകത്ത് വളരെ ആളുകൾ നിൽക്കുന്നത് കണ്ടു. ഇന്ദുലേഖ: എല്ലാവരും പുറത്തു പോട്ടെ, അമ്മ മാത്രം ഇവിടെ നിൽക്കട്ടെ. അമ്മയോട് വർത്തമാനം ഞാൻ സ്വകാര്യം പറഞ്ഞ് വലിയച്ഛൻ്റെ അടുക്കെ അയക്കാം. വലിയച്ഛനോട് എനിക്ക് നേരെ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞത് കേട്ട് പരിഭ്രമത്തോടുകൂടി ലക്ഷ്മിക്കുട്ടിയമ്മ ഒഴികെ മറ്റുള്ള എല്ലാവരും താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഇന്ദുലേഖ: അമ്മേ, ഞാൻ ചീത്തയായി ഒരു സ്വപ്നം കണ്ടു. ഭയപ്പെട്ട് നിലവിളിച്ചതാണ്. മാധവൻ ബംഗാളത്തിന് സമീപമായ ഒരു സ്ഥലത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു മുസൽമാൻ മാധവൻ്റെ നെഞ്ചത്ത് ഒരു കട്ടാരം കൊണ്ട് കുത്തി മാധവനെ കൊന്നു, മുതലെല്ലാം കളവ് ചെയ്ത് കൊണ്ടുപോയി എന്നൊരു സ്വപ്നം കണ്ടു. മാധവൻ മുറിയേറ്റ് അയ്യോ എൻ്റെ ഇന്ദുലേഖ ഇനി എങ്ങനെ ജീവിച്ചിരിക്കും എന്ന് എന്നോട് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞ് പ്രാണൻ പോയി. ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാതെ നിലവിളിച്ചുപോയി. എന്തോ മാധവന് ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തോന്നുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ ഇത് കേട്ടപ്പോൾ കരഞ്ഞുപോയി. ഉടനെ കണ്ണീരെല്ലാം തുടച്ചു. ലക്ഷ്മിക്കുട്ടിയമ്മ: എൻ്റെ മകൾ വ്യസനിക്കേണ്ട. സ്വപ്നത്തിൽ എന്തെല്ലാം അസംഭവ്യങ്ങളെ കാണും. അത് അശേഷം സാരമാക്കാനില്ല. മാധവൻ സുഖമായി ഉടനെ എത്തും. എൻ്റെ മകൾക്ക് സുഖമായി മാധവനോടുകൂടി ഇരിക്കാൻ സാധിക്കും. എന്തോ അമ്മേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വപ്നം ശരിയായി ഭാവി വർത്തമാനങ്ങളെ കാണിക്കുമെന്ന് എനിക്ക് അശേഷം വിശ്വാസമില്ല. എന്നാൽ യദൃച്ഛയാ ഒത്തും വരാം. അത് എങ്ങനെയായാലും എൻ്റെ മനസ്സ് വ്യസനിച്ചു പോയി. എൻ്റെ മകൾക്ക് നന്നേ പനിക്കുന്നുവല്ലോ, പുതച്ചു കിടക്കണം എന്ന് പറഞ്ഞ് കട്ടിലിന്മേൽ കൂട്ടിക്കൊണ്ടുപോയി കിടത്തി പുതപ്പിച്ച് അടുക്കെയിരുന്നു. അമ്മ പോയി ഈ വിവരം വലിയച്ഛനോട് പറയൂ. ഇപ്പോൾ പറയണോ? നീ ഉറക്കത്ത് മാധവനെക്കുറിച്ച് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്താണ് പറഞ്ഞത്? ഭർത്താവേ എന്നാണ് നിലവിളിച്ചത്. അത് സകല ആളുകളും കേട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്? അദ്ദേഹം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഭർത്താവാക്കി നിശ്ചയിച്ച ആളല്ലേ. എനിക്ക് ഈ ജന്മം അദ്ദേഹമല്ലാതെ വേറെ ഒരാളും ഭർത്താവായിരിക്കുകയില്ലെന്നും ഞാൻ തീർച്ചയാക്കിയ കാര്യമല്ലേ. പിന്നെ എന്നെ തന്നെ ആഗ്രഹിച്ച് സർവസ്വം ഉപേക്ഷിച്ച് ഞാൻ നിമിത്തം ഈ സങ്കടങ്ങളെല്ലാം അനുഭവിച്ച് അതികോമളനായ അദ്ദേഹം ഏത് ദിക്കിൽ കിടന്ന് വലയുന്നുണ്ടോ അറിഞ്ഞില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഭർത്താവ് എന്ന് ഞാൻ വിളിക്കുന്നതിലും അത് ഇനി സർവ്വജനങ്ങളും അറിയുന്നതിലും എനിക്ക് മനസ്സിന് സന്തോഷമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ.
അദ്ദേഹത്തിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതറിയുന്ന ക്ഷണം എൻ്റെ മരണമാണെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. ഇതാ ഈ നിമിഷത്തിൽ തന്നെ എനിക്കൊരു ജ്വരം വന്നു പിടിച്ചത് കാണുന്നില്ലേ? മാധവൻ തിരികെ വന്ന് എനിക്ക് കാണാൻ കഴിയുന്നുവെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് ഞാൻ നിവർത്തിക്കും. ഇല്ലെങ്കിൽ... ഇത്രത്തോളം പറയുമ്പോഴേക്ക് ലക്ഷ്മിക്കുട്ടിയമ്മ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മകൾ ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് കട്ടിലിന്മേൽ അവിടെ വീണു. ഇന്ദുലേഖ: പോയി പറയൂ അമ്മേ, വലിയച്ഛനോട് പറയൂ. അദ്ദേഹം അമ്മയെ കാത്തു നിൽക്കുന്നുണ്ട് ചുവട്ടിൽ. എനിക്കിനി ഒന്നുകൊണ്ടും ഭയമില്ല. എൻ്റെ മനസ്സിന് ഇപ്പോൾ ആകെപ്പാടെ ഒരു ഭ്രാന്തിയാണ് ഉള്ളത്. വലിയച്ഛന് ഞാൻ എൻ്റെ ഭർത്താവിനെ ഭർത്താവ് എന്ന് വിളിച്ചു പോയതിൽ രസമാകെയില്ലായിരിക്കാം. അങ്ങനെ ആയിക്കൊള്ളട്ടെ. കൊച്ചുകൃഷ്ണമാമൻ എന്നെ അതിവാത്സല്യത്തോടു കൂടി വളർത്തി എന്നെ എൻ്റെ അവസ്ഥ പോലെ വെപ്പാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. എനിക്ക് ഇഹലോക നിവാസത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അത്ര കാംക്ഷയുണ്ടായിരുന്നില്ല. ദൈവഗത്യ എൻ്റെ യൗവനമായപ്പോൾ എൻ്റെ മനസ്സിന് സർവ്വസുഖവും കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള അതിയോഗ്യനായ ഒരു പുരുഷനെ ഭർത്താവാക്കി മനസ്സിൽ വരിപ്പാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതും എനിക്കിപ്പോൾ സാധിക്കാതെ പോകുമോ എന്ന ഭയം തോന്നുന്നു. ഞാൻ ഭാഗ്യമില്ലാത്തവളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം വന്നത്. ഏതായാലും എൻ്റെ കൊച്ചുകൃഷ്ണമാമൻ്റെ അച്ഛനോട് ഞാൻ ഒരു കാര്യവും മറച്ചു വയ്ക്കുകയില്ല. അമ്മ പോയി വിവരമായി പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരൂ. എൻ്റെ കൂടെ തന്നെ കിടക്കണം. ലക്ഷ്മിക്കുട്ടിയമ്മ പതുക്കെ എണീറ്റ് കരഞ്ഞും കൊണ്ട് മാളികയിൽ നിന്നിറങ്ങി. ഇവിടെ എൻ്റെ വായനക്കാരെ അല്പം ഒരു വിവരം വിശേഷവിധിയായി അറിയിപ്പാനുണ്ട്. ഇന്ദുലേഖ വൈകുന്നേരം 6:30 മണിക്ക് സ്വപ്നം കണ്ടതും മാധവൻ്റെ മുതൽ സ്റ്റേഷനിൽ നിന്ന് അലഹാബാദിലെ സബ് ജഡ്ജി മാധവനെ ചതിച്ചു കൊണ്ടുപോയതും ഒരേ ദിവസം ഒരേ കാലത്തിലായിരുന്നു എന്ന് മാധവൻ വന്ന ശേഷം ഇന്ദുലേഖയും മാധവനും കൂടി ദിവസങ്ങളുടെ കണക്ക് നോക്കി തീർച്ചയാക്കിയിരുന്നു. ഈ കഥ ഞാൻ വെളിവായി പറഞ്ഞതിൽ എൻ്റെ വായനക്കാർ എനിക്ക് സ്വപ്നങ്ങൾ ഭൂതഭവിഷ്യ വർത്തമാനങ്ങളെ ശരിയായി സൂചിപ്പിക്കുന്ന വകകളാണെന്ന് വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചു പോവരുതേ. മനുഷ്യരുടെ മനസ്സ് സാധാരണ ഇന്ദ്രിയഗോചരങ്ങളല്ലാത്ത വിവരങ്ങൾ അറിവാൻ ശക്തിയുള്ളതാണെന്നോ അല്ലെന്നോ ഉള്ള തീർച്ച വിശ്വാസവും എനിക്ക് വന്നിട്ടില്ല. തിയോസോഫിസ്റ്റസ് ഈ സംഗതിയിൽ പറയുന്നത് ഒന്നും ഞാൻ ഇനിയും വിശ്വസിച്ചു തുടങ്ങിയിട്ടില്ല. എന്നാൽ എനിക്ക് ആകെപ്പാടെ ഒരു വിശ്വാസമുണ്ട്. അത് മനുഷ്യൻ്റെ ശരീരം അതിൻ്റെ സൃഷ്ടി സ്വഭാവത്തെയും വ്യാപാരത്തെയും ഓർക്കുമ്പോൾ പക്ഷേ ഒരു നാഴികമണിയുടെയോ മറ്റ് യന്ത്രങ്ങളുടെയോ മാതിരിയിൽ പല സാധനങ്ങളെയും അന്യോന്യം സംബന്ധിപ്പിച്ച് അന്യോന്യം ആശ്രയമാക്കി ഒരു മാതിരിയിൽ ശരിയായി പ്രവർത്തിപ്പാൻ ഉണ്ടാക്കിവെച്ച ഒരു യന്ത്രം എന്ന് തന്നെ പറയാമെങ്കിലും മനുഷ്യനിൽ അന്തർഭവിച്ചു കാണുന്ന ചില അവസ്ഥകളെ നോക്കുമ്പോൾ നമുക്ക് ഇതുവരെ വിവരമായി അറിവാൻ കഴിയാത്ത ചില ശക്തികൾ മനുഷ്യൻ്റെ ആത്മാവിന് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വപ്നം മനസ്സിനുണ്ടാവുന്ന ഭ്രാന്തിയാണ്. സെമിനാംബുലിസം, മെസ്മരിസം എന്നിങ്ങനെ ബിലാത്തിക്കാർ പറയുന്ന വിദ്യകളെപ്പോലെ സാധാരണ സൃഷ്ടി സ്വഭാവത്തിൽ മനുഷ്യൻ്റെ മനസ്സിന് ഉറക്കത്തിൽ ചിലപ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം എന്നേ പറയുവാനുള്ളൂ. എന്നാൽ ആ വികാരം ചിലപ്പോൾ നമുക്ക് അറിവാൻ കഴിയുന്ന ഒന്നാന്തരം കാരണത്തെ ആശ്രയിച്ചു വരാം. ചിലപ്പോൾ നമുക്ക് അറിവാൻ കഴിയുന്ന യാതൊരു കാരണവും ഇല്ലാതെയും വരാം. ചിലപ്പോൾ ശുദ്ധ അസംഭവ്യങ്ങളായ അവസ്ഥകളെ കാണാം. ഒരു സർപ്പം തൻ്റെ അടുക്കെ വന്ന് തന്നെ കൊത്താൻ ഫണം വിരുത്തി ഉയർത്തി ഭാവിക്കുന്നു. കടിച്ചുപോയി എന്ന് നായാട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് ഒരു തമ്പിൽ കിടന്നുറങ്ങുന്ന ഒരു സായിപ്പ് സ്വപ്നം കണ്ട് ഞെട്ടി കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സർപ്പം തമ്പിൽ തൻ്റെ ഇരുമ്പ് കട്ടിലിൻ്റെ ഒരു 4 വാര ദൂരെ സ്വസ്ഥമായി ഇഴയുന്നത് കണ്ടതായും മറ്റൊരു സായിപ്പ് വളരെ കാലമായി തനിക്ക് കാണുവാൻ സാധിക്കാത്ത തൻ്റെ ഒരു വലിയ സ്നേഹിതൻ യദൃച്ഛയായി തൻ്റെ ഭവനത്തിൽ ഒരു ദിവസം വന്നതായും അദ്ദേഹം തൻ്റെ കൂടെ 2-3 ദിവസം സുഖമായി താമസിച്ചതായും രാത്രി സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം രാവിലെ യഥാർത്ഥത്തിൽ ആ സ്നേഹിതൻ സ്വപ്നത്തിൽ കണ്ടതിന് സദൃശമായി തൻ്റെ ഭവനത്തിൽ വന്നു കണ്ടതായും മറ്റും പല സ്വപ്നവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ദുലേഖയ്ക്കുണ്ടായ സ്വപ്നത്തെപ്പറ്റി ഞാൻ അത്ര ആശ്ചര്യപ്പെടുന്നില്ല. നമ്മുടെ ഈ കഥ അവസാനിച്ച് 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞ ശേഷം ഗോപിനാഥ ബാനർജിയുടെ ഒരു കത്തിൽ മാധവൻ്റെ മുതൽ കളവ് ചെയ്ത കള്ളന്മാരിൽ 2-3 ആളെ വേറെ ഒരു കുലയോടുകൂടിയ കളവിൽ പിടിച്ചു തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരിക്കുന്നുവെന്നും എന്നാൽ അതിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കള്ളൻ പല കുറ്റസമ്മതങ്ങൾ ചെയ്തിരുന്നുവെന്നും പല പ്രാവശ്യവുമായി
17 മനുഷ്യരെ മുതലപഹരിപ്പാൻ വേണ്ടി അവൻ തന്നെ കത്തികൊണ്ട് കുത്തിയിട്ടും വെടിവെച്ചിട്ടും വിഷം കൊടുത്തിട്ടും മറ്റും കൊന്നതായിട്ടും കൂട്ടത്തിൽ മാധവൻ്റെ മുതലെടുത്ത കാര്യവും സമ്മതിച്ചതായും അന്ന് ആ വിധം കക്കാൻ തരമായിരുന്നില്ലെങ്കിൽ ആ ദുഷ്ടൻ മാധവനെ കൊന്നുകളയുമായിരുന്നു എന്നും മറ്റും വ്യസനത്തോടുകൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ കരഞ്ഞും കൊണ്ട് കോണിയിറങ്ങുമ്പോൾ പഞ്ചുമേനവനും മറ്റും കോണിയുടെ ചുവട്ടിൽ ബഹുവ്യസനത്തോടുകൂടി നിൽക്കുന്നത് കണ്ടു. ലക്ഷ്മിക്കുട്ടിയമ്മയെ കണ്ടപ്പോൾ പഞ്ചുമേനവൻ വേഗം വിളിച്ച് സ്വകാര്യമായി ചോദിക്കുന്നു. പഞ്ചുമേനവൻ: എന്താണ് കുട്ടി നിലവിളിച്ചത്? ലക്ഷ്മിക്കുട്ടിയമ്മ കരഞ്ഞുകൊണ്ട്: അവൾ സ്വപ്നത്തിൽ മാധവനെ ആരോ വഴിയാത്ര ചെയ്യുമ്പോൾ കുത്തിക്കൊന്നതായി കണ്ടുവത്രേ. അപ്പോൾ കലശലായ വ്യസനം തോന്നി നിലവിളിച്ചു. ഇപ്പോൾ വല്ലാതെ പനിക്കുന്നു. ഞാൻ വേഗം മുകളിലേക്ക് പോട്ടെ. പഞ്ചുമേനവൻ കുറേ നേരം ആ നിന്നിടത്ത് തന്നെ നിന്ന് വിചാരിച്ചു. പിന്നെ: ഛേ, സ്വപ്നം എന്തെല്ലാം കാണും. മാധവൻ്റെ നേരെ ഈ പെണ്ണിന് ഇത്ര പ്രീതിയോ? ശിവ ശിവ, ഞാനിതൊന്നും അറിഞ്ഞില്ല. അന്ന് ഞാനൊരു സത്യം ചെയ്തു പോയത് കുട്ടി അറിഞ്ഞിരിക്കുന്നുവോ? അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അതുകൊണ്ടും വ്യസനമുണ്ടായിരിക്കാം. വളരെ വ്യസനമുണ്ട് അതുകൊണ്ടും എന്ന് തോന്നുന്നു. എന്നാൽ ആ വ്യസനമെങ്കിലും ഇപ്പോൾ തീർത്താൽ മനസ്സിന് കുറേ സുഖമാവുമായിരിക്കും. കേശവൻ നമ്പൂരിയെ വിളിക്കൂ. ലക്ഷ്മിക്കുട്ടി വേഗം മുകളിൽ ചെല്ലൂ. ഞാൻ ക്ഷണം വരുന്നു എന്ന് പറയൂ. കുട്ടിയെ അശേഷം വ്യസനിപ്പിക്കരുതേ. ഉടനെ കേശവൻ നമ്പൂരി പഞ്ചുമേനവൻ്റെ അടുക്കെ ചെന്നു. പഞ്ചുമേനവൻ: ഇന്ദുലേഖ ചില ദുസ്വപ്നങ്ങൾ കണ്ടു. ഇപ്പോൾ അവൾക്ക് കലശലായി പനിക്കുന്നു. എന്തൊക്കെയാണെന്നറിഞ്ഞില്ല. എൻ്റെ കൊച്ചുകൃഷ്ണൻ പോയത് ഞാൻ അറിയാതെ ഇരിക്കുന്നത് ഈ കുട്ടി ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞ് ശുദ്ധനായ വൃദ്ധൻ വല്ലാതെ ഒന്ന് കരഞ്ഞുപോയി. കേശവൻ നമ്പൂരി: ഛേ ഛേ, കരയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധാത്മാവായ നമ്പൂരിയും കരഞ്ഞു. പഞ്ചുമേനവൻ: ഇന്ദുലേഖയ്ക്ക് മാധവനോടുള്ള താൽപ്പര്യം കൊണ്ടാണ് ഈ ദീനവും മറ്റും. മാധവന് ഞാൻ ഇവളെ കൊടുക്കില്ലെന്ന് സത്യം ചെയ്തതും കേട്ടിട്ട് വ്യസനിക്കുന്നുണ്ടത്രേ. ആ സത്യത്തിന് വല്ല പ്രായശ്ചിത്തവും ചെയ്താൽ പിന്നെ ദോഷമുണ്ടാവുമോ? കേശവൻ നമ്പൂരി: പ്രായശ്ചിത്തം ചെയ്താൽ മതി. ഞാൻ വാദ്യാരോട് ഒന്ന് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞ് അണ്ണാത്തിര വാദ്യാരെ വരുത്തി അന്വേഷിച്ചതിൽ സത്യം ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്താൽ പിന്നെ അത് ലംഘിക്കുന്നതിൽ ദോഷമില്ലെന്ന് അദ്ദേഹം വിധിച്ചു. വിവരം പഞ്ചുമേനവനോട് പറഞ്ഞു. പഞ്ചുമേനവൻ: എന്നാൽ എന്താണ് പ്രായശ്ചിത്തം? അണ്ണാത്തിര വാദ്യർ: സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ സത്യം ചെയ്തപ്പോൾ ആ സത്യവാചകത്തിൽ ഉപയോഗിച്ച അക്ഷരങ്ങളുടെ ഓരോ പ്രതിമ ഉണ്ടാക്കിച്ച് വേദവിത്തകളായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും അന്ന് ഒരു ബ്രാഹ്മണന് സദ്യയും അമ്പലത്തിൽ ചുരുക്കത്തിൽ വല്ല വഴിപാടും ചെയ്താൽ മതി. എന്നാൽ അക്ഷരപ്രതിമകൾ സ്വർണം കൊണ്ടു തന്നെ ആയാൽ അത്യുത്തമം. അതിന് നിവൃത്തിയില്ലാത്ത ഭാഗം വെള്ളിയായാലും മതി. പഞ്ചുമേനവൻ: സ്വർണം കൊണ്ട് തന്നെ ഉണ്ടാക്കട്ടെ. കേശവൻ: എന്ത് സംശയം, സ്വർണം തന്നെ വേണം. അങ്ങനെ തന്നെ എന്ന് നിശ്ചയിച്ച് ആ നിമിഷം തന്നെ പെട്ടി തുറന്ന് സ്വർണമെടുത്ത് പരമശുദ്ധാത്മാവായ പഞ്ചുമേനവൻ തൂക്കി തട്ടാൻ വശം ഏൽപ്പിച്ച് സത്യം ചെയ്ത വാക്കുകൾ കണക്കാക്കി: എൻ്റെ ശ്രീ പോർക്കലി ഭഗവതിയാണേ, ഞാൻ ഇന്ദുലേഖയെ മാധവന് കൊടുക്കുകയില്ല. 29 അക്ഷരങ്ങൾ. അതിൽ ഇൻ്റെ ഇത് അക്ഷരങ്ങളായി കൂട്ടണമോ എന്ന് ശങ്കരമേനോൻ സംശയിച്ചതിൽ കൂട്ടണം എന്ന് തന്നെ അണ്ണാത്തിരവാദ്യർ തീർച്ചയാക്കി. ഓരോ അക്ഷരം 2 പണത്തൂക്കത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ച ശേഷം പഞ്ചുമേനവൻ ഇന്ദുലേഖയുടെ മാളികയിൽ വന്ന് വിവരമെല്ലാം ഇന്ദുലേഖയുടെ അടുക്കെ ഇരുന്ന് പറഞ്ഞു. പഞ്ചുമേനവൻ: എൻ്റെ മകൾ ഇനി ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട. മാധവൻ എത്തിയ ക്ഷണം അടിയന്തരം ഞാൻ നടത്തും. ഇന്ദുലേഖ: എല്ലാം വലിയച്ഛൻ്റെ ശുദ്ധ മനസ്സുപോലെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇന്ദുലേഖയ്ക്ക് അന്നും അതിൻ്റെ പിറ്റേന്നും കഠിനമായി പനിച്ചു. പിന്നെ പനി അല്പം ആശ്വാസമായി. ഒരു കുര, തലതിരിച്ചിൽ, മേൽ സർവാംഗം വേദന, ഈ ഉപദ്രവങ്ങളാണ് പിന്നെ ഉണ്ടായത്.
അതിന് എന്തെല്ലാം ഔഷധങ്ങൾ പ്രവർത്തിച്ചിട്ടും അശേഷം ഭേദമില്ല. അങ്ങനെ അല്പദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്ക് ശപഥത്തിൻ്റെ അക്ഷരപ്രതിമകൾ തയ്യാറാക്കി കൊണ്ടുവന്നു. ഇന്ദുലേഖയ്ക്ക് കാണിക്കണമെന്ന് വെച്ച് പഞ്ചുമേനവൻ ഈ അക്ഷരങ്ങളെ ഒരു അളുവിലിട്ട് ഇന്ദുലേഖയുടെ മാളികയിൽ കൊണ്ടുപോയി തുറന്നു കാണിച്ചപ്പോൾ വളരെ വ്യസനത്തോടും ക്ഷീണത്തോടും കിടന്നിരുന്ന ഇന്ദുലേഖ ഒന്ന് ചിരിച്ചുപോയി. പഞ്ചുമേനവൻ: എൻ്റെ മകൾക്ക് സന്തോഷമായി എന്ന് തോന്നുന്നു. ഇനി ദീനത്തിന് ആശ്വാസമുണ്ടാവും. ഇന്ദുലേഖ: അതേ വല്യച്ഛ, സന്തോഷമായി. എൻ്റെ വല്യച്ഛൻ്റെ മനസ്സിന് എല്ലാം സന്തോഷമായി വരുത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ, കേശവൻ നമ്പൂരി, ശങ്കരമേനോൻ മുതലായി വീട്ടിലുള്ള എല്ലാവരും തീവണ്ടി സ്റ്റേഷന് സമീപം വർത്തമാനങ്ങൾ അറിവാൻ താമസിപ്പിച്ചിരുന്ന ആളും കൂടി തിരക്കി കയറി വരുന്നത് കണ്ടു. ഇന്ദുലേഖ തൻ്റെ ആളെ കണ്ട് ഉടനെ കട്ടിലിന്മേൽ ക്ഷണത്തിൽ എണീറ്റിരുന്നു. തല തിരിച്ചിൽ കൊണ്ട് കൈ പിടിക്കാതെ മുമ്പേ എണീക്കാറില്ല. ഇന്ദുലേഖ: എന്താണ്, വല്ല കമ്പിയുമുണ്ടോ? ലക്ഷ്മിക്കുട്ടിയമ്മ: കമ്പിയുണ്ട്. ഇതാ സന്തോഷ വർത്തമാനമാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു അത്രേ എന്ന് പറഞ്ഞ് കമ്പി വർത്തമാന ലക്കോട്ട് ഇന്ദുലേഖ വശം കൊടുത്തു. ഇന്ദുലേഖ തുറന്ന് ഉറക്കെ മലയാളത്തിൽ വായിച്ചു. ബൊമ്പായി. മാധവനെ ഇവിടെ വെച്ച് ഇന്ന് കണ്ടു. സുഖക്കേടൊന്നുമില്ല. ഞങ്ങളെല്ലാവരും നാളത്തെ വണ്ടിക്ക് അങ്ങോട്ട് പുറപ്പെടുന്നു. ഇത് വായിച്ചു കേട്ടപ്പോൾ അവിടെ കൂടിയവരിൽ സന്തോഷിക്കാത്ത ആൾ ആരുമില്ല. ഇന്ദുലേഖയുടെ സന്തോഷത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഇന്ദുലേഖയുടെ തലതിരിച്ചിൽ, കുര, മേലുവേദന ഇതെല്ലാം ഏതിലേ പോയോ ഞാൻ അറിഞ്ഞില്ല. പഞ്ചുമേനവൻ കേശവൻ നമ്പൂരിയോട്: നോക്കൂ, ഞാൻ സത്യം ചെയ്തു പോയതിൽ വന്ന ആപത്തും അതിന് ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്യുവാൻ പ്രതിമ ഉണ്ടാക്കി എത്തിയപ്പോഴേക്ക് തന്നെ വന്ന സന്തോഷവും. കേശവൻ നമ്പൂരി: അതിനെന്താ സംശയം? എല്ലാം ദൈവകൃപയും ബ്രാഹ്മണരുടെ അനുഗ്രഹവും തന്നെ. ഇന്ദുലേഖ ചിരിച്ചു. സത്യത്തിൻ്റെ പ്രായശ്ചിത്തവും കമ്പിവർത്തമാനവും തമ്മിൽ ഒരു സംബന്ധവും ഓർത്തിട്ട് ഇന്ദുലേഖ കണ്ടില്ല. വേറെ അവിടെ കൂടിയതിൽ പക്ഷേ ലക്ഷ്മിക്കുട്ടിയമ്മ ഒഴികെ എല്ലാവരും പഞ്ചുമേനവൻ്റെ അഭിപ്രായം ശരി എന്ന് തന്നെ വിചാരിച്ചു. എല്ലാവർക്കും മനസ്സിന് സന്തോഷമായി. അന്ന് തന്നെ പഞ്ചുമേനവൻ പ്രതിമകൾ ദാനം ചെയ്തു. അണ്ണാത്തിര വാദ്യാർക്ക് ഒരു 7-8 അക്ഷരങ്ങൾ കിട്ടി. 4-5 നമ്മുടെ ശങ്കരശാസ്ത്രികൾക്കും കിട്ടി. ബ്രാഹ്മണ സദ്യയും മറ്റും കഴിഞ്ഞ് പഞ്ചുമേനവൻ ഇന്ദുലേഖയുടെ അടുക്കെ വന്നപ്പോഴേക്ക് ഇന്ദുലേഖയുടെ ശരീരസുഖക്കേട് വളരെ ഭേദമായി കണ്ടു. കഞ്ഞി നല്ലവണ്ണം കുടിച്ചിരിക്കുന്നു. കുരയും തലതിരിച്ചിലും ഇല്ലെന്ന് തന്നെ പറയാം. ശരീരത്തിലെ വേദനയും വളരെ ഭേദം. ക്ഷീണത്തിനും വളരെ കുറവ്. ഇതെല്ലാം കണ്ട് വൃദ്ധൻ വളരെ സന്തോഷിച്ചു. തൻ്റെ പ്രായശ്ചിത്തത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് അസംബന്ധമായി തീർച്ചയാക്കി ഇന്ദുലേഖയോട് ഓരോ വിശേഷങ്ങളും പറഞ്ഞ് ഇരുന്നു. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുന്നു. ഇനി ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി വീണ്ടും വരുന്നത് വരെ നന്ദി.